അരങ്ങൊഴിഞ്ഞ നാടക പ്രതിഭ കഴിമ്പ്രം വിജയന്റെ 2 പ്രശസ്ത നാടകങ്ങൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നു. അമ്പറ, പൂക്കാലം എന്നീ നാടകങ്ങളാണ് പുസ്തകമാക്കുന്നതെന്ന് കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1995 സെപ്റ്റംബർ 6 പുതുക്കാട് നടന്ന വാഹനാപകടത്തിലാണ് കഴിമ്പ്രം വിജയൻ ഓർമ്മയായത്. 30ഓളം നാടകങ്ങൾ, ഏതാനും ഏകാംഗ നാടകങ്ങൾ എന്നിവ രചിച്ചിരുന്നെങ്കിലും ഒന്നുപോലും അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം രചിച്ച നാടകങ്ങൾ പുസ്തകമാക്കി മാറ്റണമെന്ന 2022 വലപ്പാട് കേന്ദ്രമായി പ്രവർത്തനം തുടങ്ങിയ കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മികച്ച 2ാമത്തെ സംസ്ഥാന നാടക അവാർഡ് അമ്പറ, നിരവധി വേദികളിൽ കളിച്ച പൂക്കാലം എന്നീ നാടകങ്ങൾ ഒരു പുസ്തകമാക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 3 വലപ്പാട് ചന്തപ്പടിയിലെ റൂറൽ ബാങ്ക് ബിൽഡിംഗിലാണ് പുസ്തക പ്രകാശനം നടക്കുക. മുൻ MLA പ്രൊഫസർ KU അരുണൻ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരൻ KR കിഷോർ പരിചയപ്പെടുത്തുന്ന പുസ്തകം എഴുത്തുകാരൻ അശോകൻ ചരുവിൽ പ്രകാശനം നിർവഹിക്കും. എഴുത്തുകാരൻ ബക്കർ മേത്തല പുസ്തകം ഏറ്റുവാങ്ങും. നടൻ ലിഷോയ്, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, മനോമോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സമിതി ഭാരവാഹികളായ VC ദിലീപ്, മനോമോഹനൻ, സുവിൻ വിജയൻ, അബ്ദുൽ മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കാട് വെച്ച് നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട നമ്മളെല്ലാം പ്രിയങ്കരായ ശ്രീമാൻ കഴിമ്പ്രം വിജയന്റെ പേരിൽ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയുടെ പേരിൽ ഏറ്റവും നല്ല കലാകാരനുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയും 2 വർഷം തുടർച്ചയായി നടക്കുകയും ഈ വർഷം മറ്റു സാങ്കേതിക കാരണങ്ങൾക്ക് അത് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സമിതി രൂപീകൃതമായതിനു ശേഷം കഴിമ്പ്രം വിജയന്റെ പേരിൽ അദ്ദേഹത്തിന് ജീവചരിത്രം ഇറക്കാനായി. അതിനുശേഷം ഇപ്പോൾ 82 കേരള ഗവൺമെന്റിന്റെ 2ാമത്തെ നാടകമായി തെരഞ്ഞെടുത്ത അമ്പറയും ഒട്ടേറെ വേദികളിൽ പുരസ്കാരങ്ങളും പ്രശംസ നേടിയ പൂക്കാലം എന്നീ 2 നാടകങ്ങൾ ചേർത്ത് ഈ മാസം 10-ാം തീയതി ഞായറാഴ്ച വലപ്പാട് പോലീസ് സ്റ്റേഷൻ അരികെയുള്ള റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാം. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ KU അരുണാണ്. പുസ്തകം പരിചയപ്പെടുത്തുന്നത് KR കിഷോർ. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബക്കർ മേത്തലയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അശോകൻ.